മലയാളികൾക്ക് അലസ് പോളിനെ മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ചതിക്കാത്ത ചന്തു, ചോക്ലേറ്റ്, ക്ലാസ്മേറ്റേഴ്സ് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളുടെ സംഗീതം നിർവഹിച്ച മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകനാണ് അദ്ദേഹം. ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിലൂടെയാണ് അലസ് പോൾ തന്റെ സംഗീത കരിയർ ആരംഭിക്കുന്നത്. ആദ്യ സിനിമയിലെ ഗാനങ്ങൾ തന്നെ വലിയ രീതിയിൽ മലയാളികൾ ഏറ്റെടുത്തിരുന്നു. അധികം വൈകാതെ തന്നെ മലയാളത്തിലെ തിരക്കുള്ള സംഗീത സംവിധായകനാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ ചിത്രങ്ങളിലെല്ലാം അലക്സ് ഭാഗമായിരുന്നു. അലസ് പോൾ 20 പാട്ടുകൾ വരെ ഒരു ദിവസം ട്യൂൺ ചെയ്ത് പ്രൊജക്ടേഴ്സ് ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വനിതയുമായുള്ള അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം. പഴയ ഒരു സംഭവം പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. സംവിധായകന്റെ പേര് പറയാതെ അദ്ദേഹം പറഞ്ഞു, ഒരു സംവിധായകൻ വിളിച്ചു, വല്ലാതെ വഴക്കു പറയുന്നു. ഇളയരാജയെ കണ്ട് പഠിക്ക്. ഒരു ദിവസം 4-5 പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്നു. അതു കേട്ട് ഞാൻ മനസ്സിൽ ചിരിച്ചു. 18 വയസ്സ് മുതൽ ദിവസം 20 പാട്ട് വരെ കമ്പോസ് ചെയ്ത് പ്രൊജക്ട്സ് ചെയ്യുന്ന ആളാണ് ഞാൻ, അലസ് പോൾ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഒരു പാട്ട് പോലും ഒരു ദിവസം കമ്പോസ് ചെയ്യുന്നില്ല എന്നും മാത്രമല്ല സിനിമാ സംവിധാനത്തിൽ ഫോക്കസ് ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മ്യൂസിക് തെറാപ്പിയും മ്യൂസിക് സ്കൂളുമാണ് പാട്ടുമായുള്ള ബന്ധമെന്നും അലസ് പോൾ പറഞ്ഞു.